കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അവരുടെ ഹാൻഡ് ഐ കോർഡിനേഷനും പറ്റിയ ഒരു കിടിലൻ ടോയാണ് സ്വിംഗിങ് ടവർ. അപ്പോൾ സ്വിംഗിങ് ടവർ എങ്ങനെ കളിക്കാമെന്ന് നോക്കാം. ബോക്സിൽ അടങ്ങിയിരിക്കുന്നത് 16 ബ്ലോക്കുകളും ഒരു പ്ലാറ്റ്ഫോമും അതിനു മുകളിൽ ഒരു ബേസും പിന്നെ 24 ആക്ഷൻ കാർഡുകളുമാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലാറ്റ്ഫോമിന് മുകളിൽ ബേസ് വെക്കലാണ്. അതിനുശേഷം കാർഡ്സ് നന്നായി ഷഫിൾ ചെയ്ത് മാറ്റി വെക്കുക. തുടർന്ന് ഒരു കാർഡ് എടുത്ത് അതിൽ വരുന്ന ബ്ലോക്ക് ഏതാണെന്ന് നോക്കുക. അതേ ബ്ലോക്ക് ബേസിൻ്റെ ബാലൻസ് തെറ്റാതെ അതിന് മുകളിൽ വെക്കണം. ബാലൻസ് തെറ്റിച്ച് ബ്ലോക്ക് വെച്ചിട്ട് ടവർ വീണാൽ ആ പ്ലെയർ ഗെയിമിൽ നിന്നും ഔട്ടാകുന്നതാണ്. 3-4 ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് കളിക്കാൻ പറ്റിയ ഒരു ഗെയിമാണിത്. ഇനി ഒരാൾക്ക് ഒറ്റയ്ക്കാണെങ്കിലും ഈ ഗെയിം കളിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഈ ഗെയിം പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ വയസ്സ് എത്ര കൂടിയാലും കുഴപ്പമില്ല. നല്ലൊരു സ്ട്രെസ് ഫ്രീ ഗെയിം കൂടിയാണിത്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് തന്നെ ഗെയിം എങ്ങനെയാണ് കളിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. സ്വിംഗിങ് ടവറിൻ്റെ പ്രധാന ഗുണം ഇത് കുട്ടികളുടെ കണ്ണും കൈയും തമ്മിലുള്ള കോർഡിനേഷൻ മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ്. കുട്ടികളെ കൂടുതൽ ഫോക്കസ് ചെയ്യിക്കാനും അവരുടെ കൈകളെ ബാലൻസ് ചെയ്യിക്കാനും ഈ ഗെയിം വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.